റിംഗ് ടോണുകളില്ലാത്ത ലോകം. രചന രമേഷ് പുല്ലാപ്പള്ളി. അവതരണം അനിലൻ മാഹി. അവളിപ്പോ എന്തു ചെയ്യായിരിക്കും? ഓർക്കുംതോറും സങ്കടാവുന്നു. ഞാൻ അയച്ച മെസ്സേജുകൾ അവിടെ കിട്ടിയിട്ടുണ്ടാവില്ലേ? അവൾ അതിനെല്ലാം മറുപടി അയച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവാതിരിക്കില്ല. അതിവിടെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ബാറ്ററി പണിമുടക്കുമെന്ന് ആരറിഞ്ഞു? കരണ്ടൊന്ന് കണി കാണാൻ കിട്ടിയിട്ട് ദിവസം 4ആയി. മനസ്സും ശരീരവും തണുത്ത് മരവിച്ചിരിക്കുമ്പോഴും ചെവിക്കുള്ളിലൂടെ പുറത്തു വരുന്ന കാറ്റിന് വല്ലാത്ത ചൂട്. ഒന്ന് തിരിഞ്ഞു കിടക്കാമെന്ന് വിചാരിച്ചാലോ ശരീരം നുറുങ്ങുന്ന വേദന. അവസാനമായി ലഭിച്ച മെസ്സേജിലെ വരികളാണ് മനസ്സിൽ. ഈ പെരുമഴയത്ത് എനിക്ക് നിൽക്കാനൊരിടമില്ല. നിന്റെ ഹൃദയത്തിൽ എനിക്ക് സുരക്ഷിതമായ ഒരിടം തരില്ലേ? മറുപടിയും അയച്ചു. സ്നേഹത്തിൻ്റെ ചൂടിൽ ഉരുകിയൊലിച്ചു പോവില്ലെങ്കിൽ നിന്റെ നനുത്ത ചുണ്ടുകൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. മോഹങ്ങളുടെ ചിതയിലെ ഹവിസാവാതിരിക്കാൻ എൻ്റെ നിശ്വാസങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാവുക. നമുക്ക് യാത്രയാവാം, സ്വർഗസീമയും കടന്ന് സ്വപ്നങ്ങൾ പൂക്കുന്ന താഴ്വരയിലേക്ക്. അതൊന്നും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉയർന്നു വരുന്ന ചുമയൊതുക്കി ബാക്കിയുള്ളവരെ കൂടി എന്തിനു വിഷമിപ്പിക്കണം? ലോകത്തെ മുഴുവൻ വിഴുങ്ങാനെന്നോണം എത്തുന്ന മഴയുടെ ആരവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കാതുകളിൽ വിരൽ ചേർത്ത് കിടന്നു. മഴയെപ്പോലും തോൽപ്പിക്കുന്ന ശബ്ദത്തിൽ അമ്മ ആരോടാണ് സംസാരിക്കുന്നത്? കലിയടങ്ങാത്ത കർക്കടകത്തോടോ അതോ കണ്ണു കാണാത്ത ദൈവങ്ങളോടോ? ഊഹം തെറ്റിയില്ല. മഴയെ പേടിച്ച് മല കയറിയ ദൈവങ്ങളോട് തന്നെ. ഈ പണ്ടാരമൊന്ന് നിർത്തിത്തരണേ മുത്തപ്പ. അമ്മയുടെ വിഡ്ഢിത്തമോർത്തപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. ഒരു കണക്കിനിത് തൻ്റെയും കൂടി ആവശ്യമാണല്ലോ എന്നോർത്തപ്പോൾ ചെറിയൊരു ഭേദഗതി വരുത്തി. മഴ പെയ്താലും സാരമില്ല, കരണ്ടൊന്ന് ശരിയാക്കി തരണേ മുത്തപ്പ എന്നാക്കി. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ചുമരിൽ തൂങ്ങിയാടുന്ന സ്വന്തം ദൈവങ്ങളെക്കുറിച്ച് ഓർത്തത്. ഇടം കണ്ണിട്ടൊന്ന് നോക്കി. കോവൂരിൻ്റെ കണ്ണിലെ കനലുകളിൽ അവസരവാദിയോടുള്ള പക, അതോ സഹതാപമോ? ഇടമറുകിൻ്റെ ചുണ്ടുകളിലെ പുച്ഛവും കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ആവശ്യക്കാരന് ഔചിത്യമില്ലെന്ന തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് തിരിഞ്ഞുകിടന്നു. മഴയിങ്ങനെ തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ അവരെയൊക്കെ താഴെയിറക്കി മുത്തപ്പനെയും മലദൈവങ്ങളെയുമൊക്കെ പ്രതിഷ്ഠിക്കേണ്ടി വരും. പുറകിൽ നിന്നും കാൽപ്പെരുമാറ്റം കേട്ടതുപോലെ തോന്നി. ഞെട്ടിത്തിരിഞ്ഞ് ചുമരിലെ ചിത്രങ്ങളിലേക്ക് നോക്കി. ഭാഗ്യം അവരവിടെ തന്നെയുണ്ട്. ചുമരിൽ നിന്ന് ഇറങ്ങി വന്ന് തല്ലാനും മടിക്കാത്തവരാ. എന്നാലും അവളിപ്പോൾ എന്തു ചെയ്യായിരിക്കും? ഒന്നാ ശബ്ദമെങ്കിലും കേട്ടിരുന്നെങ്കിൽ, ഒന്നാ അക്ഷരമെങ്കിലും കണ്ടിരുന്നെങ്കിൽ. മുമ്പയച്ച മെസ്സേജുകൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നാട് മുഴുവൻ പനിമരണങ്ങളാണെന്ന പത്രവാർത്ത അവളും വായിച്ചിരിക്കും. തനിക്ക് പനിയാണെന്നും അറിയാം. ഒന്ന് പേടിപ്പിക്കാൻ അയച്ചതാ. അവസാനത്തിൻ്റെ നാന്ദിയാണിത്. പകർന്നു തന്ന സ്നേഹത്തിനും സ്വപ്നങ്ങൾക്കും നന്ദി. മറ്റുള്ളവരുടെ കൂടെ ഞാനും യാത്രയാവുന്നു. നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ഗുഡ് ബൈ. അതിനവളയച്ച മറുപടിയാണ് രസം. പോകുന്നത് എങ്ങോട്ടായാലും റീചാർജ് ചെയ്തു തന്നിട്ടേ പോകാവുള്ളൂ. ഇന്നലെ ചെയ്തു തന്ന പൈസ മുഴുവൻ തീർന്നു. പൊട്ടിപ്പെണ്ണ്. ഓർക്കുംതോറും ചിരി വരിക. ഇത്രയൊന്നും നിഷ്കളങ്കരാവരുത് ആരും. ഒരു കണക്കിന് ഭാഗ്യല്ലേ അത്? ശരീരം നുറുങ്ങുന്ന വേദന മറന്നു. കർക്കടകത്തിൻ്റെ കാലുഷ്യം. സുഖമുള്ള ചിന്തകളിൽ ലയിച്ചങ്ങനെ കിടക്കുമ്പോഴും ഹൃദയത്തെ കൊളുത്തി വലിക്കുന്ന വേദനയായി അവൾ. സത്യത്തിൽ അവളിപ്പോൾ എന്തു ചെയ്യായിരിക്കും? മുറിയിൽ അവിടെയും ഇവിടെയും ഫോണിരിക്കുന്ന മേശയ്ക്ക് ചുറ്റും 2 ദിവസമായി കാത്തിരിക്കുന്ന മെസ്സേജുകൾ അവൻ്റെ സങ്കടം കാണാതിരുന്നില്ല. ഫോൺ ഓണാവാതെ അവർക്കെന്ത് ചെയ്യാനാകും? മഴയൊട്ടും കുറയുന്ന ലക്ഷണവുമില്ല. കാത്തിരിക്കുന്ന മെസ്സേജുകൾക്കിടയിലൂടെ തിക്കിത്തിരക്കി മുന്നിലെത്താൻ നോക്കിയ പുത്തൻ മെസ്സേജിനെ ബാക്കിയുള്ളവർ കണ്ണുരുട്ടി ഓടിച്ചു. എങ്ങനെ ഓടിക്കാതിരിക്കും? കുറേ ദിവസമായി പുറപ്പെട്ടതാണെന്ന് വെച്ച് മുന്നിൽ കയറി നിൽക്കാൻ നോക്കിയാലോ? ഒരു മര്യാദ വേണ്ടേ? നനഞ്ഞു വിറക്കുന്ന ശരീരവും അപമാനഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ പുത്തൻ മെസ്സേജ് ഓർക്കുകയായിരുന്നു. ഇവിടെ വരെ എത്തിപ്പെടാൻ പെട്ട പാട്. വഴിയറിയാതെ അലയുന്ന മെസ്സേജുകളോട് വഴി ചോദിച്ചുണ്ടായ പുലിവാലുകൾ. ഏതൊക്കെ ഭാഷക്കാർ, ഏതൊക്കെ വേഷക്കാർ!
കുറച്ചു നേരം അവരെയും നോക്കി നിന്നുപോയത് ശരി തന്നെ. തുറിച്ചുനോട്ടം മലയാളിയുടെ ട്രേഡ് മാർക്കല്ലേ. മീശക്കാരൻ്റെ കലി ഇനിയും അടങ്ങിയിട്ടില്ല. കണ്ണുരുട്ടുന്നുണ്ട്. കുറച്ച് മാറി നിൽക്കാം. മാറി നിന്ന് നോക്കുമ്പോഴുണ്ട് ഒരു മണിക്കിലുകൾ. പേരിനൊരു അരഞ്ഞാണവും പാദസരങ്ങളും മാത്രം ധരിച്ച ഒരു സുന്ദരി. എല്ലാവരും അവൾക്ക് വഴിമാറിക്കൊടുത്തു, മീശക്കാരനടക്കം. നടന്നു പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാലും അവൾക്കൊരു അണ്ടർവെയറെങ്കിലും ധരിക്കാമായിരുന്നു. എല്ലാ കണ്ണുകളും അവളുടെ നേർക്കാണ്. എൻ്റെ ടവർ ദൈവങ്ങളെ പരീക്ഷിക്കല്ലേ. നന്മയുടെയും സമൃദ്ധിയുടെയും പൊന്നോണം നേരാൻ വന്ന ഞാനിങ്ങനെ ദുർബലനായാലോ? കണ്ണും മനസ്സും നിറഞ്ഞപ്പോൾ നന്മ നാടുവിട്ടു. കറണ്ട് പെട്ടെന്നൊന്നും വന്നില്ലെങ്കിൽ വിഷമിച്ചു പോയതു തന്നെ. മീശക്കാരൻ അനുരാഗവിലോചനനായി നിൽക്കുകയാണ്. ദേഷ്യം ലവലേശമില്ല. ഇതെന്തൊരു മറിമായം! പരകായ പ്രവേശമോ അതോ പകർന്നാട്ടമോ? പിരിച്ചുവെച്ച മീശ താനെ താഴ്ന്നിരിക്കുന്നു. ഗുരു ഗോപിനാഥ് പോലും ശിഷ്യനായി പോകുന്ന ശൃംഗാരമുണ്ടാമുഖത്ത്. വൻ ഓഫറുകളുമായി കമ്പനി അയച്ച സ്യൂട്ടുധാരികളായ മെസ്സേജുകൾ മസില് പിടുത്തം മതിയാക്കി കൈയുടെ കെട്ടയച്ചിട്ട് സമാധാനമായി ഇരിക്കുന്നു. കാത്തിരിക്കുന്ന ഇരകളുടെ നെഞ്ച് പിളർക്കാൻ മൂർച്ച കൂട്ടിയ വാൾത്തലകൾ കുറച്ചു നേരത്തേക്കെങ്കിലും ഉറകളിലേക്ക് മടങ്ങിയിരിക്കുന്നു. വെറുമൊരു ശുഭരാത്രിക്കാരുടെ മുഖത്തുപോലും ഒരു അശുഭരാത്രിയുടെ ഫീലുണ്ട്. അവർക്കെന്തറിയാം ലോകത്തെപ്പറ്റി? പക്ഷേ ഭൂതവും ഭാവിയും വർത്തമാനവും എന്തിന്, അന്യഗ്രഹവാസകാലത്തെ അഭീഷ്ടകാര്യ സാധ്യങ്ങളെക്കുറിച്ച് പോലും ആധികാരികമായി പ്രവചിക്കാൻ കഴിയുന്ന നാരായണ പണിക്കർ ഇതെന്തു ഭാവിച്ച? ഒരുപാട് കാലമായി പരിചയമുള്ളത് ആളിനെ. എവിടെ ചെന്നാലും അവിടെ ഉണ്ടാവും പുള്ളി. മാന്യൻ, പണ്ഡിതൻ, ജ്യോതിഷഭൂഷണം. നല്ല പോലെ കാഴ്ചക്കുറവുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മുറിയുടെ മൂലയിൽ ചെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യൂ. പ്രായാധിക്യം കൊണ്ടാവാം കാഴ്ച അധിക നേരം മനസ്സിൽ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി ദൃശ്യത്തിൻ്റെ ചാരുത വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ആവാഹിക്കുന്നുണ്ട്. വാർദ്ധക്യം യൗവനത്തിലേക്കും കൗമാരത്തിലേക്കും അവരോഹണം ചെയ്യുന്ന ഗതിവേഗത്തോടൊപ്പം ഉയരുന്ന കിതപ്പുകൾക്ക് പരിസമാപ്തിയായതോടെ സന്തോഷം കൊണ്ടോ സങ്കോചം കൊണ്ടോ അദ്ദേഹം ഇരിപ്പിടത്തിലേക്ക് തന്നെ മടങ്ങി. എല്ലാ കണ്ണുകളും അവളിലാണ്. എന്നും കാണാറുള്ള മെസ്സേജിനെക്കുറിച്ചാണ് അവളുടെ സംസാരം. ഞങ്ങളവനെ മണുക്കൂസാന്നാ വിളിക്കാറ്. സ്നേഹത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റിയും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെപ്പറ്റിയുമൊക്കെയാണവൻ്റെ സംസാരം. ഈ കിടക്കുന്നയാളാണത്രേ അവൻ്റെ യജമാനൻ. മെസ്സേജുകളുടെ പരിഹാസച്ചിരികൾ അവളുടെ ശബ്ദത്തിൽ അലിഞ്ഞില്ലാതായി. ഇയാൾ ഇടയ്ക്കിടെ ചുരണ്ടി അയച്ചു കൊടുക്കുന്ന നമ്പറുകളെ അവൾക്കിഷ്ടമാണ്. അതിൻ്റെ ബലത്തിൽ നാനാ ദിക്കിലേക്കും പോകുന്ന എൻ്റെ കൂട്ടുകാരികൾക്ക് പകരം അവിടെ നിന്നൊക്കെ തിരിച്ചു വരുന്ന മെസ്സേജുകളെ ഒന്ന് കാണണം. കൊതി തോന്നും. എനിക്ക് ഈ അരഞ്ഞാണവും പാദസരവുമെങ്കിലുമുണ്ട്. അവൾക്ക് അതുപോലും ഉണ്ടാവില്ല. അതൊക്കെ വായിക്കുന്തോറും ചുവന്നു തുടുക്കുന്ന അവളുടെ കവിളുകൾ ഞാൻ കാണാറുണ്ട്. നിശ്വാസങ്ങളുടെ താളവേഗങ്ങൾക്കൊപ്പം മേൽച്ചുണ്ടിന് മുകളിലെ നനുത്ത രോമങ്ങളിൽ ഉരുണ്ടുകൂടുന്ന വിയർപ്പുമുത്തുകളിലെ തിളക്കം ഞാൻ കാണാറുണ്ട്. ഒടുവിൽ വിരൽത്തുമ്പിലെ നനവിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട മുഖങ്ങൾ രചിച്ച കവിതകളിലെ ആലസ്യവുമായി കിടന്നുറങ്ങുമ്പോഴാവും മണുക്കൂസിൻ്റെ വരവ്. ആര് കാണാൻ? അല്ലെങ്കിൽ ആർക്ക് കാണണം? ദീപുവിൻ്റെ ചുമ ഉച്ചത്തിലായി. മെസ്സേജുകൾ ബഹളം അവസാനിപ്പിച്ചു. കൃത്യമായി ഉറങ്ങാത്തതുകൊണ്ടോ സമയത്തിന് ആഹാരം കഴിക്കാത്തതുകൊണ്ടോ പനി നന്നായി ജോലി ചെയ്യുന്നുണ്ട്. പതിഞ്ഞ ഹൃദയചലനം ജീവൻ്റെ അവശേഷിപ്പിന് തെളിവായി. കണ്ണുകളിലൂറിയ നീർമണികൾ കാഴ്ചയെ മറച്ചിരിക്കുന്നു. എന്നാലും അവളിപ്പോൾ എന്തു ചെയ്യായിരിക്കും? വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ? അതറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കഞ്ഞിയെങ്കിലും കുടിക്കാമായിരുന്നു.